ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് പെസഹ വ്യാഴാഴ്ച. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടന്ന ദിവസമാണിന്ന്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. നമ്മൾ പറയും ദി സെൻട്രൽ പോയിൻ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ദാറ്റ് ഈസ് ഹോളി മാസ്. The first and last miracle in the world, that is Holy Mass. ഈശോ മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് ഏറ്റെടുത്ത രക്ഷാകര പദ്ധതിയുടെ ആകെത്തുകയാണ് പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ് ഇന്ന്. കുരിശുമരണത്തിൻ്റെ തലേനാൾ, പെസഹ വ്യാഴാഴ്ച. ഈശോ നമ്മൾ നേരത്തെ കണ്ട അരിമത്ഥ്യക്കാരൻ ജോസഫിൻ്റെ ഉടമസ്ഥതയിലുള്ള ആ വീട്ടിൽ പെസഹായ്ക്ക് ഒരുക്കാൻ പറഞ്ഞ് പെസഹ ആചരിക്കുന്ന ദിവസമാണ് ഇന്ന്. അന്ന് അവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് ചുരുക്കത്തിൽ നമുക്കൊന്ന് ഓർത്തെടുക്കാം. നമ്മൾ കണ്ടല്ലോ, സെറാഫിയായുടെ, അതായത് വെറോനിക്കായുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കാസയാണ് ഈ പെസഹ ദിവസം ഈശോ ഉപയോഗിക്കുന്നത്. ആ കാസയിന്മേൽ കുറേ പ്രത്യേകതകളുള്ള കാര്യം നമ്മൾ കണ്ട് കഴിഞ്ഞതാണ്. ഒരു സക്രാരി കൊണ്ടുവരുന്നത് പോലെയാണത്രേ ഇരുവശങ്ങളിലും പിടിച്ച് ആ കാസ അവർ ഈശോയുടെ മുമ്പിൽ വെച്ചത്. അങ്ങനെ അവിടെ പുളിപ്പില്ലാത്ത അപ്പവും വീഞ്ഞും അങ്ങനെയുള്ള ഭരണികളും 3 പെട്ടികളും പിന്നെ എണ്ണയും ഒക്കെ അവിടെ കരുതി വെച്ചിട്ടുണ്ട്. അന്ത്യത്താഴ ദിവസം ഈശോ ഏറ്റവും വിശുദ്ധമായ കൂദാശയുടെ നിലയിലേക്ക് ഈ പതിവിനെ ഉയർത്തി. സത്യം പറഞ്ഞാൽ അവിടെ സ്ത്രീകളൊന്നും ആ റൂമിലുണ്ടായിരുന്നില്ല. അമ്മയടക്കം എല്ലാവരും വേറൊരു റൂമിലായിരുന്നു. പക്ഷേ കാതറിൻ എമറിച്ച് കാണുകയാണ്, നിലം തൊടാതെ പരിശുദ്ധ അമ്മ ദിവ്യകൂദാശ സ്വീകരിക്കാനായി കർത്താവിനെ സമീപിക്കുന്നത്. അങ്ങനെ ആത്മാവിൽ അമ്മയും അത് സ്വീകരിച്ചു എന്നർത്ഥം. ഈശോ അപ്പമെടുത്ത് ആദ്യം പത്രോസിനും പിന്നെ യോഹന്നാനുമാണ് കൊടുത്തത്. പിന്നെ യൂദാസിനോട് ആംഗ്യം കാണിച്ചു. ഈ കൂദാശ 3ാമത് സ്വീകരിച്ചത് യൂദാസായിരുന്നു. പക്ഷേ അവനത് സ്വീകരിച്ചപ്പോൾ ശരിക്കും സാത്താനാണ് അവനിൽ പ്രവേശിച്ചത്. എന്തുകൊണ്ടാണ്? അയോഗ്യതയോടുകൂടെ ഈ അപ്പം ഭക്ഷിച്ചാൽ അങ്ങനെയാണ് ഉണ്ടാവുക. മറ്റുള്ള അപ്പസ്തോലന്മാർക്ക് ഇത് കൊടുത്തപ്പോൾ സുതാര്യനായിട്ട് ഈശോ ഈ വസ്തുവിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുന്നത് കാതറിൻ കണ്ടു എന്നാണ് പറയുന്നത്. ഈശോ സ്ലീഹന്മാർക്ക് ചില രഹസ്യ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. വിശുദ്ധ കുർബാന ലോകാവസാനം വരെ കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു കൊടുത്തു. പരിശുദ്ധ അമ്മയ്ക്ക് ഇതെപ്പോഴാണ് നൽകേണ്ടതെന്നും താനയക്കുന്ന ആശ്വാസദായകനെ സ്വീകരിച്ച ശേഷം അവർ തന്നെ എങ്ങനെ കൂദാശകർമ്മം നിർവഹിക്കണമെന്നും അതുപോലെ തൈലാഭിഷേകത്തെക്കുറിച്ചൊക്കെ ഈശോ പറഞ്ഞു കൊടുത്തു. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം യോഹന്നാൻ ആരാധ്യമായ ഈ കൂദാശ ആദ്യമായിട്ട് പരിശുദ്ധ കന്യകയ്ക്കാണ് നൽകിയത്. പെസഹായുടെ തിരുകർമ്മങ്ങളൊക്കെ അവസാനിച്ചപ്പോൾ പത്രോസും യോഹന്നാനും കാസ വീണ്ടും മൂടി ആരാധ്യമായ വിശുദ്ധ കുർബാന മുറിയുടെ പിൻഭാഗത്ത് കൊണ്ടുപോയി വിശുദ്ധ സ്ഥലത്ത് സൂക്ഷിച്ചു. പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം യേശു തൻ്റെ അമ്മയെയും ക്ലെയോഫാസ് മേരിയെയും മഗ്ദലനയെയും അവിടെ വെച്ച് കാണുന്നുണ്ട്. എന്നിട്ട് ശത്രുക്കൾ തന്നെ പിടികൂടാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്ത പരന്നതുകൊണ്ട്
ഒലിവുമലയിലേക്ക് പോകരുതെന്ന് ഈ സ്ത്രീകൾ ഈശോയോട് കേണപേക്ഷിച്ചു. പക്ഷേ ഈശോ അവരെ ആശ്വസിപ്പിച്ച ശേഷം ഈശോ ഒലിവുമലയെ ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ രാത്രി 9 മണി സമയമായിരുന്നു. പ്രിയ കൂട്ടുകാരെ, ശ്രദ്ധിക്കണം. പെസഹ വ്യാഴാഴ്ച രാത്രി 8 മുതൽ 9 വരെ പൊതു ആരാധന നമ്മൾ എല്ലാ പള്ളികളിലും വയ്ക്കും. ഈ 9 മണി കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിക്ക് പീഡാസഹനം തുടങ്ങുന്ന സമയമാണ്. ഈശോ 9 മണിക്കാണ് ഒലിവുമലയിലേക്ക് പോകുന്നത്. അവിടെ നിന്നും രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമായ പീഡാസഹനങ്ങളുടെ തുടക്കമാണ് ഈ സമയം. ഇന്ന് രാത്രി 9 മണി മുതൽ യേശുവിൻ്റെ പീഡകളെ ഓർത്ത് ധ്യാനിച്ച് ലോകത്തോടും ഞങ്ങളോടും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ്. ഒലിവുമലയിൽ എന്താണുണ്ടായതെന്നോ ചുരുക്കത്തിൽ നമുക്കത് നോക്കിക്കാണാം. ഈശോ തൻ്റെ അരുമ ശിഷ്യരുമൊത്ത് ആ മലയുടെ താഴ്വരയിലൂടെ ചുറ്റി നടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ലോകത്തെ വിധിക്കുന്നതിനായി താൻ ഇവിടെ വീണ്ടും ഒരിക്കൽ വരുമെന്നും അത് ദാരിദ്ര്യത്തിൻ്റെയും അപമാനത്തിൻ്റെയും നിലയിലായിരിക്കുകയില്ലെന്നും അന്ന് ജനങ്ങൾ ഭയന്ന് വിറച്ച് മലകളെ ഞങ്ങളെ മൂടുവിൻ എന്ന് പറയുമെന്നും ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ അവർക്ക് ഇതൊന്നും മനസ്സിലായില്ല. അവിടെ വെച്ചാണ് പത്രോസ് പറയുന്നത്, ആരൊക്കെ നിന്നിലിടറിയാലും ഞാൻ നിന്നിലിടറുകയില്ല എന്ന്. അപ്പോഴാണ് യേശു പറയുന്നത്, സത്യമായി നിന്നോട് ഞാൻ പറയുന്നു, ഈ രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ച് പറയും എന്ന്. അവർ ലക്ഷ്യം വെച്ച ഗെത്സമേനി അന്ത്യത്താഴം കഴിച്ച ഹാളിൽ നിന്നും ഏകദേശം 1.5 മൈൽ ദൂരത്താണ്. അതായത് ജോസഫാത്ത് താഴ്വരയിലേക്ക് 3/4 മൈലും അവിടെ നിന്ന് ഗെത്സമേനിയിലേക്ക് 3/4 മൈലും. യേശു പലപ്പോഴും ശിഷ്യന്മാരോടൊപ്പം രാത്രി ചെലവഴിച്ചിരുന്ന ഒരു വലിയ തോട്ടമാണ് ഗെത്സമേനി. അതിൽ കുറ്റിച്ചെടികളുണ്ട്, പലവിധത്തിലുള്ള പഴങ്ങൾ നൽകുന്ന വൃക്ഷങ്ങളുണ്ട്, പലതരം പൂച്ചെടികളുമുണ്ട്, പഴയ കെട്ടിടങ്ങളും ഉണ്ട്. ആരും ഉപയോഗിക്കാത്ത കുറേ കെട്ടിടങ്ങളും അവിടെയുണ്ട്. ഗെത്സമേനിയും ഒലിവ് തോട്ടവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പാതയുണ്ട്. ഒലിവ് തോട്ടത്തിന് ചുറ്റും മണ്ണിൻ്റെ മതിലുണ്ട്. ഒലിവ് തോട്ടം ഗെത്സമേനിയിലേക്കാൾ ചെറുതാണ്. രാത്രി 9 മണിയോടടുത്ത സമയം ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ആപത്ത് ഏറ്റവും സമീപത്തെത്തിയിരിക്കുന്നു. ഇത് കേട്ട് ശിഷ്യന്മാരൊക്കെ അസ്വസ്ഥരും ദുഃഖിതരുമായി. ഈശോയാണെങ്കിൽ തീവ്രവേദനയാൽ ആത്മാവ് തളർന്ന് നിൽക്കുകയാണ്. കാരണം ഇനി വരാൻ പോകുന്ന വേദനാജനകമായ നിമിഷങ്ങൾ, കുരിശിൽ കിടക്കേണ്ട മണിക്കൂറുകൾ, അതിനു മുമ്പുള്ള പീഡകൾ, ഇതെല്ലാം ഈശോ മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ട് ഈശോയുടെ ദൈവത്വം ഗെത്സമേനിയിൽ വെച്ച് പിതാവിന് കാഴ്ച കൊടുത്തു. ഇനിയുള്ള സമയം ഈശോ പച്ചയായ മനുഷ്യനാണ്. മനുഷ്യത്വത്തിൽ നിന്ന് ഈശോ സഹിക്കാൻ പോകുന്ന പീഡകൾ കണ്ടപ്പോൾ ഈശോ ആത്മാവിൽ തളർന്നുപോയി. അപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ എന്നോടുകൂടെ ഉണർന്നിരിക്കുവിൻ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന്. എന്നിട്ട് കുറച്ച് താഴെ 6 അടി ആഴമുള്ള ഒരു ഗ്രോട്ടോ പോലുള്ള സ്ഥലത്ത് മറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പിശാച് ഈശോയുടെ മുമ്പിൽ ലോകാവസാനം വരെ മനുഷ്യക്കുട്ടികൾ ചെയ്യാൻ പോകുന്ന മ്ലേച്ഛകരമായ പാപങ്ങളടക്കം എല്ലാം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിനൊക്കെ നീ പരിഹാരം ചെയ്യുമോ എന്ന്. ആദത്തിൻ്റെ വീഴ്ചയുടെ ആരംഭം മുതലുള്ള ലോകാവസാനം വരെയുള്ള കാര്യങ്ങളാണ് കാണിച്ചു കൊടുത്തത്. ശരിക്കും പറയുന്നത്, പർദീസായിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഭൂമിയിൽ അലഞ്ഞു നടന്നപ്പോൾ ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വയും ഈ ഒലിവുമലയിലായിരുന്നത്രേ. ഈ ഗ്രോട്ടോയുടെ മുമ്പിലിരുന്നാണ് അവരും വിലപിച്ചതും കരഞ്ഞതും എന്നാണ് പറയുന്നത്. ഇവിടെ വെച്ച് ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ
ഈശോ തൻ്റെ ദൈവത്വം തൃത്വത്തിലേക്ക് പ്രവേശിക്കാൻ ഇടയാക്കി. അങ്ങനെ ഈശോ പച്ചയായ മനുഷ്യനായിട്ട് മാറി. അപ്പോഴാണ് പിശാച് ഈ പാപങ്ങളൊക്കെ കാണിച്ചു കൊടുത്തത്. നമ്മോടുള്ള സ്നേഹം മൂലം പിതാവുമൊത്ത് നമ്മളായിരിക്കണമെന്ന് ആഗ്രഹിച്ച ഈശോ മനുഷ്യമക്കളുടെ പാപം കണ്ട് ഞെട്ടി വിറച്ച് ഡോറോസിസ് പ്രതിഭാസം മൂലം രക്തം വിയർക്കുകയാണ്. 10:30 മണിയോടുകൂടെ വിയർപ്പിൽ കുളിച്ച് ദുർബലനായിട്ട് ഈശോ പ്രയാസപ്പെട്ട് കയറി വരികയാണ്. അപ്പോൾ അപ്പസ്തോലന്മാർ ഉറങ്ങുന്നത് കണ്ടു. എന്നിട്ടും ചോദിച്ചു, നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ പറ്റില്ലേ എന്ന്. ഈശോയുടെ തളർച്ച അവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അവരും ശാരീരികമായി തളർന്നുപോയി. എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ കഴിയില്ലയോ എന്ന ഈ ചോദ്യത്തിൽ നിന്നാണ് 1 മണിക്കൂർ ആരാധന കടന്നു വന്നത് കേട്ടോ. ദൈവം ആദ്യ മനുഷ്യനായ ആദത്തെ സൃഷ്ടിച്ചു. എന്നിട്ട് അവന് ഗാഠനിദ്ര നൽകി ഒരു വാരിയെല്ലെടുത്ത് അവൻ്റെ ഇണയും തുണയുമായി ഹവ്വായെ സൃഷ്ടിച്ചു, എല്ലാവരുടെയും അമ്മ. അവളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആദം പറഞ്ഞു, ഇതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. അങ്ങനെ അവർ ഭാര്യയും ഭർത്താവും ചേരുകയും ഒരു ശരീരമായി മാറുകയും ചെയ്യും. അത് വിവാഹമെന്ന കൂദാശയായി മാറി. രണ്ടാമത്തെ ആദമായ ഈശോ തന്നെ ഉറക്കത്തിന് വിട്ടുകൊടുത്തു. ആ ഉറക്കമാണ് കുരിശുമരണം, കുരിശിലെ മരണമാകുന്ന ഉറക്കം. അങ്ങനെ ഈശോയുടെ പാർശ്വം കുത്തിത്തുറന്ന് ആദത്തിൻ്റെ വാരിയെല്ലെടുത്തതുപോലെ ഈശോയുടെ പാർശ്വം തുറന്ന് അതുവഴി രണ്ടാമത്തെ ഹവ്വ, തിരുസഭ, ജീവിക്കുന്നവരുടെ എല്ലാം അമ്മ രൂപം കൊണ്ടു. ഗെത്സമേനിയിൽ ഈ പ്രലോഭകൻ സാത്താൻ, സർപ്പം പല രൂപങ്ങളിലും ഈശോയെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. രക്തം വിയർത്തതിന് ശേഷം 3/4 മണിക്കൂർ കൂടി പ്രാർത്ഥിച്ച് ഈശോ പിന്നീട് അപ്പസ്തോലന്മാരുടെ അടുത്ത് വന്ന് ഉറങ്ങുന്ന അവരെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ സമയം അടുത്തു. മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. എഴുന്നേൽക്ക്, നമുക്ക് പോകാം എന്ന്. അപ്പോഴാണ് യൂദാസും സംഘവും വരുന്നത്. പക്ഷേ യൂദാസ് ഇത്രത്തോളം പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഈ വെള്ളി നാണയങ്ങൾ കിട്ടി അവന് സുഖമായി ജീവിക്കാം. ഈശോ ദൈവമല്ലേ, അവൻ പറ്റാതാവുമ്പോൾ രക്ഷപ്പെട്ടോളും എന്നാണ് യൂദാസ് വിചാരിച്ചത്. പണത്തോടുള്ള ആർത്തി. യൂദാസ് ഈ വെള്ളി നാണയങ്ങൾ സ്വീകരിക്കാൻ പോകുന്നതിനേക്കാൾ മുൻപ് ഫരിസേയരിൽ ഒരുവൻ ഈശോയെ തറയ്ക്കാനുള്ള കുരിശ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ തടി വാങ്ങാൻ 7 അടിമകളെയും കൊണ്ട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. കാരണം കുരിശിൽ തറച്ച് കൊല്ലാൻ വിധിക്കുമ്പോൾ പെട്ടെന്ന് തടി കിട്ടില്ലല്ലോ, അതുകൊണ്ട് തടി വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. ആ തടി 3/4 മൈൽ ദൂരെയുള്ളൊരു സ്ഥലത്താണ് അവർ ശേഖരിച്ചു വെച്ചത്. ഈ തടി, കുരിശിൻ്റെ നെടുകെയുള്ള തടി, ജോസഫാത്തിൻ്റെ താഴ്വരയിൽ വളർന്ന മരത്തിൻ്റേതായിരുന്നു. ഈ തടി കെദ്രോൺ തോടിന് കുറുകെ വീണ് കിടന്നത് കൊണ്ടൊരു പാലമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈശോയുടെ കുരിശ് നിർമ്മിച്ചത് 5 തടി കഷ്ണങ്ങളെ കൊണ്ടാണെന്നാണ് കേദരൻ എമറിച്ചിന് കിട്ടുന്ന ദർശനം. കുരിശിനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ കേദരന് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. 20 പടയാളികളോടൊപ്പമാണ് യൂദാസ് ഈശോനെ ഒറ്റിക്കൊടുക്കാനായിട്ട് വരുന്നത്. വളരെ വിദഗ്ധമായിട്ടാണ് യൂദാസ് അഭിനയിക്കുന്നത്. അവൻ പട്ടാളക്കാരുമായിട്ട് കുറേ വാദപ്രതിവാദം നടത്തുന്നത് പോലെ. എന്നിട്ട് പിന്നെ ഈശോനെ തനിച്ച് സംസാരിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോകും. ഇതൊക്കെ കൊടുത്തിട്ടുള്ള അടയാളങ്ങളാണ് കേട്ടോ. അപ്പോഴാണ് അവർ ഈശോനെ പിടിക്കാൻ വരുന്നത്. അപ്പോൾ ഇതിൽ തനിക്കൊരു പങ്കുമില്ല എന്ന് മറ്റുള്ളവർ വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് യൂദാസ് ഇങ്ങനെയൊക്കെ ഒരു നാടകം കളിക്കുന്നത്.
പക്ഷേ പത്രോസ് അവനുമായിട്ട് വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പട്ടാളക്കാർ മുന്നോട്ട് വന്ന് യൂദാസിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. അങ്ങനെ യൂദാസിൻ്റെ വഞ്ചന അവർക്ക് ബോധ്യമായി. അവിടെ വെച്ചാണ് ഈശോ ചോദിക്കുന്നത്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? നസ്രായനായ ഈശോയെ. അപ്പോൾ ഈശോ പറയും, ഞാനാണ് ആ നസ്രായൻ. ഈ വാക്കുകൾ കേട്ടപ്പോഴാണ് പട്ടാളക്കാർ 2 പ്രാവശ്യം നിലത്ത് വീഴുന്നത്. യൂദാസ് ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്ത ശേഷം ഓടി മാറി അവിടെ നിന്ന്. ആ സമയത്താണ് പത്രോസ് മാൽക്കൂസിൻ എന്ന പടയാളിയെ വെട്ടുന്നത്. അവൻ്റെ ചെവിയെടുത്ത് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, വാള് ഉറയിലിട്, വാളെടുക്കുന്നവരൊക്കെ വാളാൽ തന്നെ നശിക്കുമെന്ന്. അപ്പോഴും ശത്രുവിനെ പോലും സുഖപ്പെടുത്തുന്ന ഈശോ ക്രിസ്ത്യാനികളായ നമുക്ക് തരുന്ന ഒരു വലിയ മുന്നറിയിപ്പാണിത്. പക്ഷേ ചെവി മുറിച്ച ആ മാൽക്കൂസ് അപ്പം തന്നെ മാനസാന്തരപ്പെട്ടു. ഈശോനെ ബന്ധിച്ചത് വിജാതീയരായിട്ടുള്ള താഴ്ന്ന നിലയിലുള്ള കുറേ തടിച്ചു കൊഴുത്ത ശരീരവും ചെമ്പിച്ച നിറവുമുള്ള ഒരുതരം മനുഷ്യർ, ഈജിപ്തിൽ നിന്നുള്ള അടിമകളെപ്പോലെ. അവർ യേശുവിൻ്റെ വലത്തെ കണങ്കൈ ഇടത്തെ കൈമുട്ടിൻ്റെ അടിയിലും ഇടത്തെ കണങ്കൈ വലത്തുമുട്ടിൻ്റെ കയ്യിലും കൈമുട്ടിൻ്റെ അടിയിലും വെച്ച് പഴയ കയറും പുതിയ കയറും കൊണ്ട് മുറുക്കി കെട്ടി. മുള്ളുകളുള്ള ഒരു പ്രത്യേകതരം ഇരുമ്പ് ബെൽറ്റ് അരയ്ക്ക് ചുറ്റി. കണ്ടൽ പട്ട കൊണ്ട് അതിൻ്റെ കൈകൾ ബന്ധിച്ചു. മുള്ളാണികളുള്ള ഒരു കോളർ കഴുത്തിൽ ധരിപ്പിച്ചു. അതിനോട് ബന്ധിച്ചിരുന്ന 2 തോൽപ്പട്ടകൾ നെഞ്ചിനു മീതെ ക്രോസ് ചെയ്ത് ഊറാര പോലെ ബെൽറ്റിനോട് ചേർത്ത് കെട്ടി. എന്നിട്ട് ഈ കയറുകളിൽ പിടിച്ച് ദിവ്യനാഥനെ അവർ അതിക്രൂരമാവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുലച്ചു. പരിസേയർ പുതിയ പന്തങ്ങൾ തെളിയിച്ചതോടെ ഘോഷയാത്ര ആരംഭിച്ചു. 10 പടയാളികൾ മുമ്പിൽ നടന്നു. വില്ലാളികൾ കയറിൽ പിടിച്ച് ഈശോയെ വലിച്ചുലച്ച് നടന്നു. ശിഷ്യന്മാർ കരഞ്ഞ് വിലപിച്ചുകൊണ്ട് അവിടെയൊക്കെ ഓടി നടക്കുകയാണ്. ഒലിവ് തോട്ടത്തിനും ഗെത്സമേനിക്കും ഇടയിലുള്ള പാത കഴിഞ്ഞപ്പോൾ കെദ്രോൻ തോടിൻ്റെ മുകളിലേക്ക് എത്തി. അവിടെ ഈശോ 2 പ്രാവശ്യം വീഴും. പട്ടാളക്കാർ മൃഗീയമായിട്ടാണ് പെരുമാറുന്നത്. അത് കണ്ട് ശിഷ്യന്മാർക്ക് കണ്ടു നിൽക്കാൻ പറ്റാതായി എന്നാണ് പറയുന്നത്. അവിടെ ഈശോയെ അടിച്ച് പെട്ടെന്ന് ഈശോ വെള്ളത്തിലേക്ക് നിബദിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, നിൻ്റെ ദാഹം നീ തീർത്തോ എന്ന്. പക്ഷേ 2 കൈയും കൂട്ടി കെട്ടിയിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെയാണ് അവിടെ നിന്ന് എഴുന്നേൽക്കുക? എഴുന്നേൽക്കാൻ പറ്റണ്ടേ? എങ്ങനെയാണ് ഈശോ എഴുന്നേറ്റതെന്നറിയില്ല. ഈശോയുടെ പാദങ്ങളും കൈമുട്ടുകളും വിരലുകളും കുത്തിയ ആ പാറ, അതുമേ അത്ഭുതകരമായിട്ട് കർത്താവിൻ്റെ കൈമുദ്ര പതിഞ്ഞു എന്നാണ് പറയുന്നത്. പിൽക്കാലത്ത് ക്രിസ്ത്യാനികൾ ഈ അടയാളങ്ങളെ വണങ്ങിയിരുന്നു. ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം ഓഫേൽ എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ കൂടെ പോയി സിയോൻ മലയിലെത്താമെന്നാണ് അവർ പറയുന്നത്. അവിടെ അന്നാസിൻ്റെയും കയ്യാപ്പാസിൻ്റെയും ഭവനം സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ. ഈ സമയത്ത് പരിശുദ്ധ കന്യകയും ഏതാണ്ട് 9 ഭക്ത സ്ത്രീകളും ഉത്കണ്ഠയോടും ആകുലതയോടും കൂടി ജോസഫാത്ത് താഴ്വരയിലേക്ക് നടക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ മാർക്കോസിൻ്റെ മകൻ ജോണും സൈമൻ്റെ മകൻ ലാസറും ഉണ്ടായിരുന്നു. അവർ സൈമൻ്റെ മകൻ ഗെത്സമേനിയിൽ മറ്റ് ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. പട്ടാളക്കാർ വന്നപ്പോൾ അവർ ഓടി വന്നത് അവിടെ നിന്ന്. അവരെല്ലാ കാര്യവും പരിശുദ്ധ അമ്മയോടും ഈ സ്ത്രീകളോടും പറയുകയാണ്. അപ്പോഴേക്കും പട്ടാളക്കാരുടെ ബഹളവും ലഹളയും അമ്മ കേട്ടു. അതോടുകൂടെ അമ്മ ബോധരഹിതയായി. ജോൺ അവളെ മാർക്കോസിൻ്റെ അമ്മ മേരിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. യോഫേൽ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ താഴ്വരയിലാണ് വിശുദ്ധ എസ്തപ്പാനോസ് ജീവിച്ചിരുന്നത്. അവിടെ കുറേ ഈശോയുടെ
പ്രഘോഷണം കേട്ട് ഈശോയോടൊപ്പമായിരുന്നിട്ടുള്ള ശിഷ്യന്മാരുണ്ട്. അന്നാസിൻ്റെ വീടിനും ഒലിവുമലയ്ക്കും ഇടയ്ക്കുള്ള യാത്രയിൽ ഈശോ 7 പ്രാവശ്യം നിലത്ത് വീണിട്ടുണ്ട്. അങ്ങനെ ഈശോയെ ബന്ധിച്ച് അന്നാസിൻ്റെയും കയ്യാഫസിൻ്റെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ ഈ വിവരമൊക്കെ അപ്പോൾ അറിയുന്നുണ്ട്. കാരണം യൂദാസിൻ്റെ കരാറ് പൂർത്തിയായപ്പോൾ തന്നെ പലരും ഈ കാര്യങ്ങൾ എന്തായി എങ്ങനെയാണ് എന്നറിയാൻ പലരും ന്യൂസ് എടുക്കാൻ അവർ വിട്ടിരുന്നു. അങ്ങനെ അവർക്ക് അപ്പം ന്യൂസുകൾ കിട്ടുന്നുണ്ട്. ബന്ധനസ്ഥനായ ഈശോ അന്നാസിൻ്റെ അരമനയിലെത്തിയപ്പോൾ സമയം അർദ്ധരാത്രിയോടടുത്തിരുന്നു. നമുക്ക് ഓർക്കാം, പെസഹ വ്യാഴാഴ്ച 9 മണിക്ക് ഈശോ ഒലിവ് തോട്ടത്തിലേക്ക് പോകുന്നു, ഗെത്സമേനിയിൽ പോകുന്നു. പിന്നീട് 3 മണിക്കൂർ യാത്ര കഴിഞ്ഞാണ് അർദ്ധരാത്രിയോടുകൂടി അന്നാസിൻ്റെ അരമനയിൽ എത്തുന്നത്. അവിടെ എല്ലാ സെറ്റിങ്സും വെച്ചിട്ടാണ് അന്നാസ് ഇരിക്കുന്നത്. പടയാളികളും ഒരു പൈശാചിക സന്തോഷത്തോടു കൂടി ഈശോനെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, ആശ്ചര്യം തോന്നുന്ന പോലെ, ഇത് സാധ്യമാണോ? താങ്കൾ നസറത്തിലെ യേശു തന്നെയാണോ? താങ്കളുടെ ശിഷ്യന്മാരെ അനുയായികൾ എവിടെ? താങ്കളുടെ രാജ്യം എവിടെ? എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. അവിടെ വെച്ചാണ് ഈശോ പറയുന്നത്, ഞാൻ സ്വകാര്യമായിട്ടല്ല ഒന്നും പറഞ്ഞത്, ഞാൻ പറഞ്ഞത് കേട്ടവരോട് എല്ലാം ചോദിക്കുക എന്ന്. അപ്പോൾ അന്നാസിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് ഈശോയെ കയ്യാഫാസിൻ്റെ ന്യായാസനത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടെയും വലിയ പരിഹാസവും ചോദ്യശരങ്ങളും ആണ് ഈശോയ്ക്ക്. കയ്യാഫാസ് അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, അവസാനം നീ എത്തി, ദൈവത്തിൻ്റെ ശത്രു. അവിഹിത ബന്ധത്തിലുണ്ടായവനാണ് ഈശോ എന്ന് തെളിയിക്കാൻ പോലും ചില സാക്ഷികൾ അവിടെ ശ്രമിക്കുന്നത് കാതറിൻ കാണുന്നുണ്ട്. നിക്കോദോമസിനെയും അരിമത്ഥ്യക്കാരൻ ജോസഫിനെയും വിളിച്ചിട്ട് അവരുടെ ഉടമസ്ഥതയിലുള്ള മുറിയിൽ തിരുനാളിന് മുമ്പേ പെസഹ ഭക്ഷണം കഴിക്കാൻ എന്തിനാണ് അനുവദിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈശോ വളരെയധികം അപമാനിക്കപ്പെടുന്നത് ശിഷ്യന്മാർ കാണുകയാണ്. അവർ ഈ വിവരമെല്ലാം പരിശുദ്ധ അമ്മയെ അറിയിക്കാൻ പോകുന്നുണ്ട്. വിചാരണയ്ക്കിടയിൽ സാക്ഷികൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വില്ലാളികളും കൂട്ടാളികളും ഈശോയുടെ തലമുടിയും താടി രോമങ്ങളും കൈ നിറയെ വലിച്ചു പറിച്ചു. മുഖത്ത് തുപ്പുകയും മുഷ്ടി കൊണ്ടിടിക്കുകയും കൂർത്ത മുനയുള്ള വടികൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുകയും സൂചി ശരീരത്തിലേക്ക് കുത്തിയിറക്കുകയും ചെയ്യുന്നു. മരത്തിൻ്റെ തൊലിയും പുല്ലും കൊണ്ടുണ്ടാക്കിയൊരു കിരീടം തലയിൽ വെച്ച് പരിഹസിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, ഈശോയുടെ പീഡകൾ ഒരു മനുഷ്യന് ചിന്തിക്കാനോ ധ്യാനിക്കാനോ കഴിയാത്തത്രയും ഭീകരമാണ്. ഒരു ചെറിയ വേദന വരുമ്പോഴേക്കും ബഹളമടിക്കുന്ന നമ്മൾ ഈശോയുടെ പാടുപീഡകളെ ശരിക്കും ധ്യാനിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ പാടുപീഡകൾ ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. ശരീരത്തിൻ്റെ പീഡകളേക്കാൾ പത്രോസ് തള്ളിപ്പറഞ്ഞപ്പോൾ ഉണ്ടായ വേദന, അവസാന നിമിഷം എല്ലാവരും ഓടിപ്പോയപ്പോഴുണ്ടായ മനസ്സിൻ്റെ വിങ്ങൽ, ഈശോയെ തള്ളിപ്പറഞ്ഞ ശേഷം പത്രോസ് അമ്മയുടെ അടുത്തെത്തിയിട്ട് പറയുന്നുണ്ട്, അമ്മേ, ഞാൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. മനുഷ്യനല്ലേ, ഭയം കൊണ്ട് ഈശോയെ തള്ളിപ്പറഞ്ഞു. എന്നിട്ട് മനസ്താപപ്പെട്ട് കരയുകയാണ്. അന്ത്യവിധിയിൽ ഈശോയുടെ 2ാം വരവിൻ്റെ സമയത്ത്, ദൈവമേ, പീഡകളുടെ കാലമാണെങ്കിൽ അതിൻ്റെ സഹനം മൂലം ഈശോയെ തള്ളിപ്പറയാൻ ഒരിക്കലും എനിക്കിടവരുത്തല്ലേ എന്ന് പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം പത്രോസ് തള്ളിപ്പറഞ്ഞ പോലെ നമുക്ക് സഹിക്കാൻ കഴിയാത്ത അവസരത്തിൽ നമ്മളും ഈശോയെ തള്ളിപ്പറയുമോ? അതിനേക്കാൾ മുൻപ് ഈ ലോകത്തു നിന്നും വിട പറയാനുള്ള ഭാഗ്യം തരണമേ എന്നാണ് പ്രാർത്ഥന. ഈശോയുടെ പാടുപീടുകൾ ധ്യാനിച്ചാലുണ്ടല്ലോ, നമുക്കത് ധ്യാനിക്കാൻ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പറ്റില്ല. കാരണം ഈശോ അനുഭവിച്ച പീഡകൾ ഇന്നും അജ്ഞാതമാണ്.
ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണ് ഈശോയുടെ പീഡകൾ. പ്രിയ സഹോദരങ്ങളെ, പെസഹ വ്യാഴാഴ്ച 9 മണി മുതൽ, രാത്രി 9 മണി മുതൽ കയ്യാഫാസിൻ്റെ വീട്ടിലെ വിചാരണ വരെ 12 മണി സമയം വരെ ഈശോ അനുഭവിച്ച പീഡകളാണ് നാം ധ്യാനിച്ചത്. അതിനുശേഷം ദുഃഖവെള്ളിയിൽ ഹെറോദോസിൻ്റെ പക്കലേക്കും പീലാത്തോസിൻ്റെ പക്കലേക്കും ഒക്കെ മാറി മാറി, ആദ്യം പീലാത്തോസിൻ്റെ പക്കലേക്ക്, അത് കഴിഞ്ഞ് ഹെറോദോസിൻ്റെ പക്കലേക്ക് വിടും, ഹെറോദോസ് വീണ്ടും പീലാത്തോസിൻ്റെ പക്കലേക്ക് അയക്കും. ഇങ്ങനെയുള്ള വിധികൾ കഴിഞ്ഞ് കുരിശുമെടുത്ത് ചാട്ടവാറടിയും ചമ്മട്ടിയടിയെല്ലാം വഹിച്ചതിന് ശേഷം ഈശോ മനുഷ്യൻ്റെ പാപഭാരമാകുന്ന കുരിശെടുത്ത് പീലാത്തോസിൻ്റെ പ്രത്തോറിയത്തിൽ നിന്നും യാത്ര തിരിക്കുന്ന ആ രംഗം നമുക്ക് ഇന്ന് ധ്യാനിക്കാം. ഇന്ന് രാത്രി 9 മണി മുതൽ രക്ഷാകര പദ്ധതിയുടെ തുടക്കമാണ് എന്ന് ഓർക്കുക. കഴിയുന്നവർക്കെല്ലാം ഈശോയുടെ പീഡകൾ സഹിച്ച് ധ്യാനിക്കാം. നമ്മളിൽ പലരും മലകളൊക്കെ കയറാൻ തുടങ്ങുക ഈ സമയത്താണ്. പെസഹ വ്യാഴാഴ്ചയിൽ ആ 9 മണിക്കത്തെ ആരാധന കഴിഞ്ഞാണ് എല്ലാവരും പുറപ്പെടുക. അത് ഇതായിരിക്കും അർത്ഥം വയ്ക്കുന്നത്. രാത്രി 1 മണിക്കൂർ സമയം ഈശോയുടെ കൂടെ ആയിരുന്ന് 9 മണി മുതൽ പീഡകൾ തുടങ്ങുകയാണ്. ഇന്ന് പെസഹ വ്യാഴാഴ്ച. ലോകത്ത് മുഴുവനിലുമുള്ള ദേവാലയങ്ങളിൽ ഈശോ സക്രാരിയിൽ അടയ്ക്കപ്പെടാതെ നമ്മെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു ദിവസം ദിവ്യകാരുണ്യമായി ലോകം മുഴുവനുമുള്ള ദേവാലയങ്ങളിൽ ഈശോ കണ്ണു തുറന്നിരിക്കുന്ന ദിവസമാണിന്ന്. പരിശുദ്ധ കുർബാന നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന ആ കുർബാന സക്രാരിയിൽ അടയ്ക്കപ്പെടാതെ വീണ്ടും നാളെ നമുക്കായിട്ട് മുറിയപ്പെടാനും നമ്മുടെ ഹൃദയത്തിൽ വരാനും വേണ്ടി ഈ ഒരേ ദിവസം മാത്രമേ ഇങ്ങനെയുള്ളൂ. പരിശുദ്ധ കുർബാനയുടെ അവസാനത്തെ ആശീർവാദമില്ലാതെ കുർബാനയെ നിലനിർത്തി ദുഃഖവെള്ളിയാഴ്ച അവസാനിപ്പിക്കുന്ന ഒരു രീതി. അത്ഭുതങ്ങളുടെ ദിവസമാണിന്ന്. നമുക്ക് മനസ്സിൽ ധ്യാനിക്കാം. നമ്മുടെ കർത്താവ് ഒരു ദിവസം മുഴുവൻ രാത്രിയും പകലും നമ്മളോടൊത്തായിരിക്കുന്ന ദിവസം. നമുക്ക് പ്രാർത്ഥിക്കാം, അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാം. നമുക്കും നമ്മുടെയൊക്കെ ജീവിതാവസ്ഥയ്ക്ക് യോജിക്കുന്ന വിധത്തിൽ പെസഹ വ്യാഴാഴ്ച രാത്രി 9 മണി മുതൽ പാടുപീഡകൾ സഹിക്കുന്ന ഈശോയെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കരുണക്കൊന്ത ചൊല്ലിയോ മല കയറുന്നവർ മല കയറിയോ എങ്ങനെയാണ് സഹനങ്ങളിൽ പങ്കുകൊണ്ട് നമുക്ക് നമ്മുടെ പാപത്തിനും ലോകപാപത്തിനും പരിഹാരം ചെയ്ത ഈശോയുടെ പാടുപീഡകളോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കാം. ദൈവം അതിനായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.